കുറെ നാളുകൾക്ക് ശേഷം വ്ലോഗ് എടുത്തു തുടങ്ങി. ഇന്ന് എമിലിന്റെ ബർത്ത്ഡേ ആണ്. സർപ്രൈസ് കൊടുക്കാൻ അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കേക്ക്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൻ മിക്കവാറും ഞങ്ങളെ കാണും. അവൻ പുറത്ത് നിൽപ്പുണ്ട്. അവനകത്തോട്ട് പോയി. അവന്റെ വീട് കേക്ക് മേടിച്ചിട്ടുണ്ട്. കത്തി വെച്ചിട്ടുണ്ടാകുന്ന അവന്മാര് വെച്ചിട്ടുണ്ടാവൂല. കത്തി മുഞ്ചിച്ച കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മ കട്ട് ചെയ്യാൻ നമുക്കറിയാലോ. ഇന്ന് പിന്നെ ഞങ്ങളുടെ മുൻമോളാൻ്റെയും ഡാൾട്ടനങ്ങളുടെയും വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അത് ഈ വ്ളോഗിൽ തന്നെ ചിലപ്പോൾ ആഡ് ആക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇടും. എന്താണെന്ന് ഇട്ട് കഴിയുമ്പോൾ അറിയാം. ഇനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരട്ടെ എല്ലാവരും. അതെ, ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം. മജു ആ അമ്പാടിനല്ലേ വിളിക്കണത്? അമ്പാടി എന്താ പറഞ്ഞു? എന്തായി വരാൻ പറയ് അമ്പാടിയേ. ഹലോ ഹലോ, കട്ട് ചെയ്താ? ഇപ്പൊ ഞങ്ങളവൻ കണ്ട്. ഇനിയിപ്പോ എന്തായാലും അവനെ വ്ലോഗ് കാണിക്കാം. അവനിപ്പോ വരും. ജോയിലൊരു ഹായ് ഒക്കെ കൊടുത്ത് സൈറ്റൊക്കെ അടിച്ച് കാണിക്കണ്ടല്ലോ ജോലെ. അതെ, പിടിക്കപ്പെട്ട് കേക്കില്ലല്ലോ, ചുമ്മാ കാണാൻ പറഞ്ഞാന്ന് പറയാ. എന്ത് കേക്ക്? ഒരു കേക്ക്. അതെ, വന്ന് ബർത്ത്ഡേക്കാരൻ വന്ന്. നീ എന്താ യൂട്യൂബിൽ കാണണം? ഹലോ ഹലോ. എല്ലാ ബർത്ത്ഡേ വ്യത്യാസം ട്രിപ്പ് കഴിഞ്ഞ പോയില്ല. ടിക്കറ്റിന്റെ പൈസ എടുത്തോ? പിന്നെ അവന്മാരെല്ലാരും വന്നിട്ട് കയറാം. എന്താണ് ബിരിയാണി? നിനക്കറിയാമായിരുന്നു അവരോന്ന്? പ്രതീക്ഷ ഉണ്ടായില്ലേ ട്രിപ്പൊക്കെ പോണോണ്ട്? വന്നില്ലായിരുന്നെങ്കി അപ്പൊ സങ്കടം വരുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? പക്ഷെ വന്നപ്പോ സന്തോഷമായ. ഇതിനു മുമ്പ് വീട്ടിലൊന്നും കേക്ക് കട്ടിയാണ്ട? കേക്ക് കട്ടിയാണ്ട? അല്ലാണ്ട് ഫ്രണ്ട്സ് ആരും വന്നല്ലേ? എടി ഇത്രയും നാളും ഇവിടെ കൊറേ അവരാതി ഫ്രണ്ട്സ് ഉണ്ടായിട്ട്. വീട്ടിലല്ല, പുറത്തായിരുന്നു പരിപാടി. വീട്ടില് എടി ആരോടും നിന്റെ കുട്ടി സാവൂട്ടിനൊക്കെ ഇത്രയും നടന്നിട്ട് വന്നില്ലേ? അവന്മാരോ പക്ഷെ പരിപാടി പുറത്തായിരുന്നു. വീടിനകത്ത് എല്ലാരും വന്ന് ഗായ്സ്. അമ്മായിക്ക് എത്തി. ജിമ്മമ്മായി പാമ്പ് എല്ലാരും വന്ന്. അജയ് ആന്റണി അല്ലേ? പയ്യന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്. അതെ അതെ, പുതുമുഖം ബാംഗ്ലൂരിന്ന് അയച്ചിറങ്ങി ഇരിക്കലിരിപ്പണ്ടില്ലേ? അതെ, കുറച്ചാളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉരിഞ്ഞു തന്നോ. മടങ്ങി ഒരു വടക്കം കൊടുത്തറ കൈകൂപ്പിയ ചേട്ടൻ. കൈകൂപ്പിയാണ് അവന് വേണ്ടി. കൈകൂപ്പിയ അവരുടെ കുറച്ചാളെ ഇവിടെ ഉണ്ടായവനാണെന്ന്. നീ വീട്ടിൽ പോയി പറയല്ലോ. ഇപ്പൊ കുറച്ചു പേര് വരും, അകത്ത് ക്ലീൻ ചെയ്തിട്ട് ഫോൺ വിളിക്കാൻ പോയാണ് കമ്പനിക്കാരൻ. പിന്നെ ഇങ്ങനെ പറയും അമ്മ ക്ലീൻ ചെയ്തിട്ടോ ആൾക്കാരെ നാളൊക്കെ കേക്ക് കട്ടിയവേ നാളൊക്കെ വരോട്ടോ. അതിന് കേക്ക് കട്ടിയവ കാണാം. സമു നീ പാമ്പിനെ മിസ് ചെയ്താളാ? പാമ്പ് റോക്കറ്റ് ആണെന്ന് പറഞ്ഞത് അവൻ. നല്ലത് നീ പടക്കം വിടൂലേ പൊക്കത്തോട്ട്? അതാണ് പറഞ്ഞത്. പണ്ടാണ് ആരോണൊക്കെ വന്ന്. ഉറ്റ സുഹൃത്ത് ഇത്രയും വർഷങ്ങളായിട്ട് പയ്യനെ കേക്ക് മുറിച്ചിട്ടില്ലെന്ന് അവൻ പരാതി പറഞ്ഞു. എന്താ നീ സ്റ്റോറി ഇട്ടാ മര്യാദ മാറ പയ്യനെ ഫ്രെയിം കൊടുക്കട്ടെ. അതിന്റെ വാ സാമു കമോൺ.
കേക്ക് മുറിക്കാം. നിങ്ങൾ തന്നെ മാറിയിരിക്കണം. എവിടെ തന്നെ ഉള്ള കമോ കോളേജ് മീറ്റ്. അവൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ട് കേക്ക് മുറിച്ചായിരുന്നു അവന് വേണ്ടി? ചങ്കാരനല്ലേ? ഇപ്പൊ എത്ര വയസ്സായ അവന്? 23. ശരി. അനിയൻ എന്താണ് പറയാനുള്ളത്? ഇതാണോ നടക്കോ എല്ലാം അവിടെ തന്നെ കുട്ടിയില്? അനൂപ് സാർ എടാ നിന്റെ നിന്നെന്ത് എന്തായാലും ഇവന്റെ ബർത്ത്ഡേ അല്ലേ? കമോൺ. ഇല്ല തുടങ്ങിക്കോ. അമ്മ അപ്പനെ വല്ല എടുത്ത് നിൽക്കുവാ. ചെല്ലി ഇതെല്ലാരും വീട്ടിൽ ചെന്ന് ഇങ്ങനെ തന്നെയാണ്. അമ്മ അപ്പ ഇങ്ങോടോ ചെല്ലി കമോൺ. ചെല്ലില്ല അങ്ങനല്ല ഇല്ലല്ല പ്രാർത്ഥിച്ചോണ്ടിരിക്കാം. അല്ല ഞാൻ അജയനോട് അജയ്ക്ക് കൊടുക്ക. അജയ് എന്ന് പ്രാർത്ഥിച്ചോളാ എമിലിന് വേണ്ടി. കേട്ടിടും അതേപോലെ എനിക്ക് മാമി ഹാപ്പി ബർത്ത്ഡേ. അവനോട് കളേ എടാ അവന്റെ ചേട്ടൻ തന്നെ. എമില അപ്പൊ ഹാപ്പി 23 അല്ലേ? പയ്യനോട് ടെൻഷനാണോ? ഏടാ ചേട്ടനോടത്തില്ല, ചേട്ടനോടത്തില്ല, അങ്കിൾമാർക്ക് കൊടുക്കും. എടാ ആ ചേട്ടൻ ഉണ്ടായിട്ടില്ലോ? അങ്കിളിനമ്മ ആൻറ്റിക്ക് കൊടുത്തോ? എടാ അങ്കിളിനാ കൊടുക്ക്, അതിന് കൊടുക്കും. എന്നാ അവന്റെ 21ാമത്തെ വയസ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? 2 വാക്ക് പറയും അവനെ പറ്റി. അതെ എല്ലാരും ബർത്ത്ഡേക്ക് പോവാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും പോയിട്ടുണ്ടല്ലേ? ഇനി ഡോണ്ട പോവാനുണ്ട് അല്ലേ? സാമുവിന്റെ അടിയാണല്ലേ സാമു. ബാക്കി എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും കട്ട് ചെയ്യണം. ഇവിടെ എല്ലാരും വീട്ടിൽ പോയി കട്ട് ചെയ്യും. അപ്പൊ കുറച്ച് പായസം എടുക്കാം എല്ലാവർക്കും. എമിലിന്റെ ബർത്ത്ഡേ എടുത്ത് അമ്മയുടെ ഒക്കെ പായസം അല്ലേ? സ്പെഷ്യലാണ്. വല്യമ്മയുടെ ഒക്കെ. അതായത് നീ വല്യമ്മക്ക് കേക്ക് കൊടുത്താ കാണിച്ചില്ലേ? അല്ലേ പായസം കൊടുത്തിട്ട് കേക്ക് കൊടുക്കല്ലേ?
എനിക്ക് വേണ്ട ഞാൻ കുടിക്കില്ല. എനിക്ക് വേണ്ട. അല്ല അബ്ബാസിന്റെ കാറ്ററിംഗ് അറിയോ? അതിന്റെ തൊട്ടപ്പുറം തന്നെയാണ്. എനിക്ക് കൊടുക്ക്. സ്റ്റേജിലൊന്നല്ല. എങ്ങനെയുണ്ട് പായസം? എങ്ങനെയുണ്ട്? പൂനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പറഞ്ഞാ പോരെ. ബിരിയാണി വേണ്ടാത്തൊക്കെ പറയണേ അല്ലേ? വേണ്ടാത്തൊക്കെ പറയണേ. പായസം എങ്ങനെയുണ്ട്? 10 എത്ര റേറ്റ്? 11 കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട്? പായസം എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ട. ഞാൻ മധുരം കട്ടിങ്ങാണ്. ഞാൻ നിർത്തി. ഷുഗറായി കാറില്ല. പോണ്ടേ? എമിലേ അപ്പൊ ഓക്കെ. സീ യു ഗൈസ്. രണ്ട് വാക്ക് പറ. എമിലിനെ പറ്റി 2 വാക്ക് പറ. അപ്പന്റെ പറഞ്ഞു. എന്താണൊന്നും പറയാനില്ലേ? നാണം വരുന്നതാണ്. എമിലു പറയും. നിനക്ക് ചേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? സിമ്പിൾ ആയിട്ട് ഒതുക്കിയാലേ. കേക്ക് നല്ല കേക്കണല്ലേ? പോവാ. സന്തോഷം. വെഡിങ് ആനിവേഴ്സറിക്ക് അത് ഒന്ന് കൂട്ടണോ? 26 26 എല്ലാം പെട്ടെന്ന് എന്താ പറയാ? സന്തോഷമുണ്ട്. സന്തോഷം മാത്രമല്ല. ഇങ്ങനത്തെ ഒരു അപ്പനമ്മനെ കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം? അഭിമാനങ്ങളൊന്നും ഭാഗ്യം ചെയ്യണം. നീ എന്തിനാ അഭിമാനിക്കണത്? അവരെല്ലാം അഭിമാനിക്കണ്ടത്. വന്നിട്ട് ഇവിടെ പെസ് കളിക്കുന്നു. കട്ട് ചെയ്തില്ല. അടുത്ത സ്ഥലത്തെത്തി. അവിടുത്തെ ഒരു ബർത്ത്ഡേ കട്ടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് അപ്പൊ തന്നെ എത്തി. അഗസ്റ്റിന് വയറൊക്കെ കാണിച്ചിരിക്കുന്നു. ആവശ്യേ ഇന്ന് പോയി ചോദിച്ചു ജിമ്മില്. എത്രാമത്തെ? ഓക്കെ. അമ്മാമേ എന്താണ് അല്ലേ? മുടിയൊക്കെ കേട്ടോ. തോനേ ആണ് കേക്കൊക്കെ എടുത്ത് വെക്കല്ലേ? കേക്കൊക്കെ എടുത്ത് വെക്കണ്ട. ഫ്രീ ആയി കിടക്കണേ. അതെ അവിടെയൊക്കെ വരും നോക്കിയുണ്ടല്ലോ. മച്ചു വാ ക്ഷയിക്കാനാ വാ. അപ്പാ എന്താണ്? എന്താ പരിപാടി? എന്താണ്? കല്യാണം 26 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ശേഷം ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. 26 വർഷമായിട്ട് എന്താണ് ആഘോഷിക്കാണ്? അല്ലല്ല, അതിന്റെ ഇടക്ക് ആഘോഷിക്കാൻ മറന്നുപോയി. അത് നമുക്ക് വിടാം അല്ലേ? ഇത് ഇന്നത്തെ കാര്യം ആലോചിക്കാം. 26ാമത് വെഡിങ് ആനിവേഴ്സറിയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അത് നിങ്ങളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഡോണിനെയും സോനേനെയൊക്കെ പറ്റി സോന ഇത് അവരുടെ ആവശ്യപ്രകാരം ഈ പരിപാടി ഇത്തവണ ആസ്വാദനം ചെയ്യുന്നു. എന്താണല്ലേ നിങ്ങളാണ് കേക്കൊക്കെ മേടിച്ചത്? കാശാരത്
വീണ്ടും ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരും സഭാന്റെ പേരിൽ ആ 26 വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിനെ പറ്റി 2 വാക്ക് പറയും. നിങ്ങൾക്ക് ഇത്രയും നല്ല 2 മക്കളെ കിട്ടിയില്ലേ അല്ലേ? അടില്ലേ അല്ല പിന്നെ ഡാക്ടറെങ്കിൽ നയിച്ചെന്ന് പറയും അല്ലേ? ഞങ്ങളെ പുള്ളി നിഷ്കളങ്കമായി നിൽക്കണില്ലേ? ഡാക്ടറെങ്ങളുടെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? അടിപൊളി അടിപൊളി അടിപൊളിയാ അടിപൊളിയാ. നിനക്ക് ഡാക്ടറെങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി. നിനക്ക് വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ല പറയണത് കേക്ക്. ഡാക്ടറെങ്ങളെ പറ്റി പറയണത് പറയും. വളരെ നല്ല വ്യക്തിയാണ്, നല്ല മനസ്സിന് അടിമേട് അടിമേടെന്നൊക്കെ പറയണത്. എന്താ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അങ്ങനെ പറയും. അങ്ങനെയല്ല, നല്ല ആ എടുത്ത് കേട്ടാ ഡാക്ടറെങ്ങളെ പറ്റി പറയുമ്പോ അടിമയാണ് പറയും. ഡാക്ടറെങ്ങളെ പറ്റി ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്, ഞങ്ങളുടെ അയൽവക്കമാണ്. ആ എന്നൊരു കെട്ടിപ്പിടിച്ച് കൊടുക്ക് സ്നേഹപ്രകടനം. ഏയ് വാ വാ, നിങ്ങളാ അയൽവാസിയായിരുന്നല്ലേ? ഇതാരാണ്? ഏയ് ഇതാരാണ്? ആ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ ജെയിംസ് മകനാണ്. പണ്ടുമല്ലേ നിങ്ങളെ ഭയങ്കര സ്നേഹത്തിലാണ്. ആ സ്നേഹം നിങ്ങൾ ഇപ്പോഴും നിലനിർത്തണ്ടേ? വർഷങ്ങളായിട്ടുള്ളല്ലേ? 20 ജനിച്ചപ്പോലെ. അപ്പൊ എത്ര വർഷം ഇപ്പൊ? ശേ ഡോൺ തന്നെയാണ് പേര്. അതുകൊണ്ടാണ് പിന്നെ പേര് ഡോൺ ഇട്ട്. ശേ ഡോളേ കേക്കുന്നുണ്ടാ? ഡോണിന്റെ പേരായോണ്ടാണ് നിനക്ക് ഡോണിന് പേരിട്ട്. ആ അപ്പൊ നമുക്ക് കേക്ക്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കേക്ക് കട്ടിയിലോട്ട് നടന്നാലോ? ഓക്കെ വാ വാ. നിങ്ങളാണ് പറ്റേണ്ടത്, അവരല്ല. അവരെ മാറ്റിയെടുത്തേ. മാറാൻ പറയും. ആ വീഡിയോ എടുത്തേക്കാരെ മതി. മാറ്റിയെടുത്തേക്ക് അവരെ മാറ്റിയെടുത്തേക്ക്. നിങ്ങളാ അവരെ മാറ്റിയെടുത്താ അങ്ങനെയൊക്കെ അവരെ മാറ്റിയെടുത്താന്നൊക്കെ നിങ്ങളെ കഴിഞ്ഞു ഇല്ല. അപ്പുറത്ത് നിൽക്ക്, ഞാൻ വരുത്താനാണ്. അവരുടെ ഏറ്റവും കൂടുതലുള്ള അല്ലെ നിങ്ങളുടെ സമ്പത്തല്ലേ ഇവര്? 26 വർഷത്തിൽ ഷർട്ട് പുള്ളി സ്വത്ത്. ആ നിനക്ക് ഡാൽട്ടറങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു വ്യക്തിയാണ്. എടാ ഇത് ആൾക്കാർ കാണോട്ടാ. പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഷർട്ടൊക്കെ മാറി വന്ന് ഫ്രീക്കായി. വാ ചെല്ലിയല്ലേ, അത് കുഴപ്പമില്ല. വാ കമോൺ. ഒരുമിച്ച് വാ 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 തുടങ്ങിക്കോ. ഹലോ ആ നീ കേക്ക് കൊടുക്ക് എന്നിട്ട് പൊട്ടിക്കാം.
ഞാൻ ലിങ്ക് ആ ഇനി അമ്മ കൊടുക്കാം സോന കൊടുക്കണല്ലേ ഒന്നും കൂടി കൊടുക്ക് ഓക്കെ അപ്പൊ വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗും ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ ഹാപ്പി അല്ലേ നിങ്ങൾ ഡോക്ടറങ്ങളെ ഹാപ്പി അല്ലേ ഹാപ്പി യു ഹാപ്പിയാണോ അപ്പൊ ഇവിടെ കൂടെ അവസാനിക്കാനുണ്ടോ ജോട്ടി എന്താണ് ഡാൽട്ടനങ്ങളെ പറ്റി 2 വാക്ക് പറഞ്ഞേ പറയേ പുള്ളി ആ എന്താണ് ഇവിടെ നടക്കുന്നത് ഇവന്മാരൊക്കെ ഏതാണ് ഈ കുറെ പേര് വരാണ്ട് എന്താണ് സംഭവം ആ ഞാൻ ഒന്ന് പോയി മാറിയിട്ട് വരാം ഞാൻ മോള് ഗിഫ്റ്റ് സോനെ ഇതാണ് ഇഷ്ടപ്പെട്ട അങ്ങളെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട ഇതെന്ത് ഗിഫ്റ്റാണ് ഇതാ അങ്കിള് കൊടുക്കണ ഗിഫ്റ്റ് ഞാൻ കൊടുക്കൂല എന്റെ അല്ലല്ല തുറന്നോക്ക് അന്ന് 2 അങ്ങാടി കടന്ന് തുറന്നോക്ക് ഇല്ല നോക്കണം ഇല്ല തുറന്നോക്ക് സദ്യയാണ് പിസേ ആക്കമപ്പാണ് പിസ്സ പൊളി തന്നെ വീഡിയോയില് കേറിപ്പാ പിന്നെ പേടിക്കണ്ട ഞെട്ടിക്കണം എന്തെങ്കിലും മെറ്റത് പറഞ്ഞില്ല അത് വറക്ക് അത് റിവീല് ഫോണിലെ അതിന്റെ ഫോട്ടോ എടുത്താൽ അയച്ചു കൊടുക്കുമ്പോ